ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പാപ്പാക്ക് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ പോകും കേട്ടോ ഗായ്സ്. അപ്പോൾ ഇതുവരെ നമ്മൾ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, കുറേ ആയി കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലം ഒന്നും ആഘോഷിച്ചിട്ടില്ല കേട്ടോ ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബിരിയാണി വെക്കുകയാണ്. നമ്മൾ കേക്കൊക്കെ അറിയാതെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ആ കേക്ക് കൊടുക്കലും പിന്നെ വേറെയും കുറച്ച് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് ഗായ്സ്. പപ്പാക്ക് ഒന്നും അറിയില്ല. പപ്പാക്ക് ഇന്ന് എന്താ പപ്പാൻ്റെ ബർത്ത്ഡേ ആണെന്ന് പോലും ഓർമ്മയില്ല. എന്താ ഗായ്സ്, ചിക്കനും ബിരിയാണിയും വെച്ചിട്ടുണ്ട് ബർത്ത്ഡേ ആയിട്ട് ഗായ്സ്. നന്നായിട്ടുണ്ട് ബിരിയാണിയൊക്കെ. ഞാൻ ടേസ്റ്റ് വെറുതെ പറഞ്ഞെന്നുള്ളൂ ഗായ്സ്. പിന്നെ എനിക്കറിയാലോ ഉമ്മച്ചി വെക്കുന്ന ബിരിയാണി നല്ല ടേസ്റ്റാണ്. അർസുമൊക്കെ ബിരിയാണി നന്നായി കഴിക്കും. ഉമ്മച്ചീൻ്റെ പപ്പയും കഴിക്കുന്നുണ്ട്. പപ്പാക്ക് ഇപ്പോഴും എന്താണ് സംഭവമെന്നോ അതുകൊണ്ട് ഇന്ന് ഏതാണ് ഡേറ്റ് എന്നുള്ളത് പപ്പാക്ക് അറിയില്ല. കാരണം ഇന്ന് വേറൊരു സംഭവം കൂടി ഉണ്ടായി ഗൈസ്. അത് പറഞ്ഞാൽ പപ്പ ഇന്ന് എത്രയാണ് ഡേറ്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ന് ഉമ്മച്ചി ഇന്ന് ഡേറ്റ് ആണ് അല്ലേ എന്നിങ്ങനെ വെറുതെ പറഞ്ഞപ്പോൾ തന്നെ പപ്പാക്ക് ഒന്നും മനസ്സിലായി. ഇന്ന് ആ ഡേറ്റാണ്, ഇന്ന് ഈ ഡേറ്റാണ്. അത് പറഞ്ഞാൽ തെറ്റ്. പപ്പാക്ക് അത്ര ഓർമ്മയുണ്ടായിരുന്നില്ല. സൂപ്പറായിട്ടുണ്ട് ബിരിയാണി. എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഉമ്മയും ഉമ്മച്ചും പിന്നീടാണ് കഴിക്കുന്നത്. പിന്നെ ഇതാ ഗൈസ് കണ്ടോ, പപ്പ പറയുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന്. അറിയോ ഗൈസ് അപ്പോൾ നമ്മളിതാ കേക്ക് കൊടുക്കാൻ പോകും കേട്ടോ ഗൈസ്. പപ്പ ഇതുവരെ തന്നെ കണ്ടിട്ടില്ല കേക്കിൻ്റെ കാര്യമൊന്നും. ഇതാ ഗൈസ് ഞാൻ മെല്ലെ വരുന്നുണ്ട്. പപ്പ അറിഞ്ഞിട്ടേ ഇല്ലതാ. പെട്ടെന്ന് വരുമ്പോൾ എന്തോ പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലാകുന്നത് ഹാപ്പി ബർത്ത്ഡേ ആണ് എന്നൊക്കെ. ഇപ്പോഴാണ് ശരിക്കും ഗൈസ് മനസ്സിലാവണത് തന്നെ പപ്പാക്ക് ഹാപ്പി ബർത്ത്ഡേ എപ്പോഴാണെന്നും ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ കേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്കിനി കേക്ക് മുറിക്കാം. നമ്മൾ വാഞ്ചോ ആണ് കേട്ടോ കൊടുത്തത്. ഞാനും ഉമ്മയും കൂടി കൊടുത്തതാണ്. ഞങ്ങൾ കൊടുത്തത് ആ ഒരു ദിവസത്തിൻ്റെ തലേദിവസം തന്നെ പറഞ്ഞുകൊണ്ട് ഗൈസ് കിട്ടി കേട്ടോ നമുക്ക്. അങ്ങനെ ഗൈസ് ഞങ്ങൾ മുറിച്ചു. വാപ്പ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് വാഞ്ചോ പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കേക്കാണ് ഗൈസ്. അത്രയും ടേസ്റ്റുള്ളൊരു കേക്കാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. നല്ല സ്പോഞ്ചും വിത്ത് അടിപൊളി ഐസ്ക്രീം ടേസ്റ്റാണ് ഗൈസ്. എനിക്കിത് നല്ല ഇഷ്ടമാണ് ഈ വാഞ്ചോയുടെ കേക്ക്. അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്തു. പിന്നെ പപ്പാക്കും ഇഷ്ടമാണ് കേട്ടോ നല്ലോണം. പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് വാഞ്ചോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് ഫോറസ്റ്റും വാഞ്ചോ തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വൈറ്റ് ഫോറസ്റ്റാണ് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഗൈസ്. ഉമ്മാൻ്റെ വൈറ്റ് ഫോറസ്റ്റ് ആണെന്നാണ് എൻ്റെ വിചാരം. ആണ് എന്ന് തോന്നുന്നു ഗൈസ്. കണ്ടോ ഗൈസ്, ഭയങ്കര അതിൻ്റെ മുകളിലത്തെ കോട്ടിങ്ങൊക്കെ ഐസ്ക്രീം ഇങ്ങനെ കഴിക്കുന്ന പോലെ ഉണ്ട് ഗൈസ്. ഭയങ്കര സോഫ്റ്റാണ്. ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പ്യുവർ ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. അർസു കഴിക്കേണ്ടവൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഗൈസ് അർസു. ഗൈസ് ഇതാണ് ഞാൻ കേക്ക്. ഞാൻ മറ്റേ രീതി ഇങ്ങനെ ഉരുണ്ട് എടുത്താണ് ഗൈസ്. ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി ഗൈസ്. വാ, നമ്മൾ മറ്റേ ഷോർട്സ് പോലെ എടുക്കില്ല അതേപോലെ എടുത്താണ് കേട്ടോ ഗൈസ്. കേക്ക് പറഞ്ഞാലൊക്കെ സീനൊക്കെ ഉണ്ടോ ഗൈസ്. 3 ലെയർ കോട്ടിംഗ് ആണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നമ്മൾ കഴിക്കുക പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. വാഞ്ച് കഴിച്ചവർക്ക് അറിയാം. ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് വാങ്ങാറ് മേടിക്കുന്ന സമയത്ത്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേട്ടോ ഗൈസ്. വേറെ കേക്കൊന്നും അങ്ങനെ വാങ്ങാറില്ല, കാരണം ഇതാണ് എല്ലാവർക്കും ഇഷ്ടം പൊതുവേ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു ഗൈസ്. അർസൊക്കെ വലിയ പീസാണ് കേട്ടോ നമ്മളൊക്കെ എടുത്തത്. കാരണം അത്യാവശ്യം ഉണ്ട് ഗൈസ്. നമ്മൾ വലിയൊരു കേക്കാണ്. 1/2 കിലോ അല്ല 1 കിലോ ആണ് കേട്ടോ ഗൈസ് നമ്മൾ മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസത്തിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ ഫസ്റ്റ് 1.5 കിലോ വാങ്ങാൻ നിന്നാണ്. പിന്നെ അത്രയും വേണ്ട എന്ന് വിചാരിച്ചു ഗൈസ്. ശരിക്കും 1 കിലോ തന്നെ ധാരാളമായിരുന്നു. പിറ്റേ ദിവസമൊക്കെ ഞങ്ങൾ ഇടക്കിടക്ക് എടുത്ത് കഴിച്ചു ഗൈസ്. പിന്നെ നമ്മൾ പറഞ്ഞ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇതാ ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗിഫ്റ്റ് ഞാൻ കേക്ക് കൊടുത്തു. ഉമ്മാൻ്റെ വക ഒരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴും എന്താ അന്തം വിട്ടിരിക്കുകയാണ്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്താ ഗിഫ്റ്റ് എന്നൊക്കെ. അതിൻ്റെ ഉള്ളിലുള്ള സാധനം ഞാൻ സെലക്ട് ചെയ്താണ്. ഞാനും ഉമ്മച്ചിയും കൂടി പോയിട്ട് കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? ആ ഷർട്ട് കാണിച്ചു തരാം. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഷർട്ടാണുള്ളത്. നല്ല ഷർട്ടാണ്, എനിക്ക് പറ്റി. പിന്നെ പപ്പാൻ്റെ ഇല്ലാത്തൊരു കളറും കൂടിയാണത് ഗൈസ്. അങ്ങനെ നമ്മൾ റിബൺ കട്ട് ചെയ്ത് ഗിഫ്റ്റ് ബോക്സ് പൊളിക്കാൻ പോകണം. അർസു കയ്യിലേറെ
ആകാംക്ഷയാണ് കേട്ടോ ഗൈസ്. നന്നായി പൊതിഞ്ഞ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളിവിടുന്ന് മേടിച്ചത് ഉത്സവം എന്നാണ് കേട്ടോ. ഞാനും ഉമ്മച്ചിയും കൂടിയിട്ട് പോയിട്ട് മേടിച്ചത് ഗൈസ്. ഇനിയും സർപ്രൈസ് ഉണ്ട് കേട്ടോ ഗൈസ്. അത് നിങ്ങൾ അറിഞ്ഞാൽ ചിലപ്പോൾ നെട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നെട്ടാൻ സാധ്യതയല്ല ഗൈസ്. നമ്മളിതാ ഷർട്ടാണ്, എക്കോ എന്ന ബ്രാൻഡിൻ്റെ ഷർട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. കുറേ ഷർട്ട് കണ്ടു, നല്ല ഡിസൈനൊക്കെ നോക്കിയെടുത്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇതാണ് ഇഷ്ടപ്പെട്ടത് ഗൈസ്. ഗൈസ് കണ്ടോ ഗൈസ്, ഒരു ഇല്ലാത്തൊരു കളറും പിന്നെ ഭയങ്കര രസമുള്ളൊരു തീമുമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഉമ്മച്ചിക്കും നന്നായി ഇഷ്ടമായി. അപ്പോൾ അത് എടുത്തു കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ടെന്നൊക്കെ കാണിച്ചു തരാം. നമ്മൾ കുറേ സെലക്ഷൻ നോക്കി, കുറച്ച് അധികം നേരം 1 മണിക്കൂർ എടുത്തു ഗൈസ് മൊത്തം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മിനിമം എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഗൈസ് നമ്മൾ കുറച്ച് അത്യാവശ്യം നന്നായി നോക്കി. മുകളിലത്തെ ഫ്ലോറിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിലായിരുന്നു. അങ്ങനെ നോക്കി കുറേ നോക്കി സെലക്ട് ചെയ്ത് എടുക്കുമ്പോഴേക്കും അരമണിക്കൂറൊക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഉണ്ട്, എൻ്റെ സെലക്ഷൻ നന്നായിട്ടുണ്ടോ ഗൈസ്. ഇനിയുള്ള ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത ഒരു ഗിഫ്റ്റായിരിക്കും. എന്താണ് ഗൈസ്, എങ്ങനെയുണ്ട് ഗൈസ്, നല്ല രസമില്ല. എനിക്ക് ആ തീം നല്ല ഇഷ്ടമായി, പപ്പാക്ക് നല്ല ഇഷ്ടമായിട്ടോ ഗൈസ് ആ ഡ്രസ്സ്. ഗൈസ് നോക്കൂ, കറക്റ്റ് സൈസൊക്കെ ഞങ്ങൾ നോക്കിയിട്ടാട്ടോ പോയത്. ആ സൈസ് കണ്ടപ്പോൾ തന്നെ അതേപോലെ എടുത്തു. ഇനി സൈസ് തെറ്റണ്ടെന്ന് വിചാരിച്ചിട്ടോ ഗൈസ്. ദാർസ ഫേബർ കൊണ്ട് കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഷർട്ട്. നിങ്ങൾക്ക് കളക്ഷൻ ഒന്ന് പറ ഗൈസ്, എത്ര രസമുണ്ട് എന്നൊക്കെ ഗൈസ്. ഇതാ പപ്പ ഇട്ടിട്ടുണ്ട്. പപ്പാക്ക് എല്ലാവർക്കും ഇഷ്ടമായി, പപ്പാക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. സെലക്ട് ചെയ്തത് ഞാനാണല്ലോ ഗൈസ്, കുറച്ചധികം ഇഷ്ടപ്പെടും, എല്ലാവരും ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും ഗൈസ്. അടുത്തത് നമ്മൾ കൊടുക്കണത് എന്താണ് ഗൈസ്, പപ്പ അതിൻ്റെ മോളിക്കൂടെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഗൈസ് നന്നായിട്ട്. അടുത്തത് നമ്മൾ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് പറഞ്ഞില്ലേ, ആ ഗിഫ്റ്റ് വരാൻ പോണേ ഉള്ളൂ കേട്ടോ ഗൈസ്. ആ ഗിഫ്റ്റ് പറഞ്ഞാൽ ശരിക്കും അത് പപ്പാക്കല്ല, നമ്മൾ വാപ്പാക്കാണ് എടുത്തത് ഗൈസ്. ഇതാണ് ഉമ്മച്ചിയാണ് കേട്ടോ കൊടുക്കുന്നത്. പപ്പാക്ക് എടുത്തപ്പോൾ വാപ്പാക്കും കൂടെ എടുത്തു കേട്ടോ ഗൈസ്. അതും ഞാൻ സെലക്ട് ചെയ്ത് തന്നെയാണ്. അത് ഞാനും ഉമ്മച്ചിയും കൂടി സെലക്ട് ചെയ്താണ് കേട്ടോ ഗൈസ്. എൻ്റെ അടുത്ത് എല്ലാം ചോദിച്ചത് ഞാൻ കുറേ നോക്കി പറഞ്ഞു ഗൈസ്. ആ സെലക്ഷനും നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. രണ്ടും ഒരേ കളർ പോലെയാണ് ഏകദേശം. ഇത് എടുത്തിട്ട് ശരിക്കും ഏപ്രിലല്ല മെയ്യിലാണ് ഗൈസ് നമ്മളിത് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ജൂൺ 15-നാണ്. ഇനി എപ്പോഴാണ് ഇടുക എന്ന് എനിക്കറിയാൻ പറ്റില്ല ഗൈസ്. നമ്മൾ വൈകിട്ടാണ് ഇപ്പോൾ വീഡിയോസ് ഇടുന്നത്. ഇനിയും കുറേ വീഡിയോസ് വരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതിൻ്റെ ഒരു ക്ലൂ ആണെങ്കിൽ പറഞ്ഞുതരാം. ഓർക്കിഡ് സീരീസിൻ്റെ ഇതാണ് വരാൻ പോണത് ഗൈസ്. അത്യാവശ്യം നല്ല വീഡിയോസാണ് ഇനി മുതൽ വരാൻ പോണത്. കുറേ അൺബോക്സിങ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഡ്രസ്സ് ഗൈസ്. ഏത് വൈബ്, രസമില്ലേ ഗൈസ്. വീഡിയോയിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, നേരിട്ട് കാണാൻ അടിപൊളിയുണ്ടായിരുന്നു. വാപ്പാക്കും നല്ല ഇഷ്ടമായിട്ടോ ഗൈസ്. വാപ്പയും ഇടുന്നൊക്കെ ഉണ്ട്. വാപ്പാക്ക് നല്ല ഇഷ്ടമായിട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിന്ന് കുറച്ച് ഷോർട്ട് വീഡിയോ ആണ്, സാധാ നോർമൽ വീഡിയോ കേട്ടോ ഗൈസ്. ഇതാണ് ആ ഷർട്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ച് ബ്ലറായിട്ടാണ് കാണുന്ന പോലെ ഉണ്ട് ഗൈസ്. കാരണം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ക്യാമറേനെ തന്നെ അങ്ങനെ ആവും. അത് ഇട്ട് കാണിച്ച് തരുമ്പോഴാണ് ഗൈസ് നിങ്ങൾക്ക് നേരോണം മനസ്സിലാവുക. അപ്പോൾ രണ്ടുപേരുടെ ഗിഫ്റ്റ് ഇഷ്ടമായിട്ടോ. പപ്പയും നോക്കുന്നുണ്ട് ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഗൈസ്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. പപ്പാക്കും വാപ്പാക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ഗൈസ്. വാപ്പ അങ്ങനെ എപ്പോഴും എക്സ്പ്രഷൻസ് ഇടാൻ പറ്റില്ല. ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, ഉമ്മച്ചി അവിടെ നോക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ ഗൈസ്. ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് ഷർട്ട് ഗൈസ്. എങ്ങനെയുണ്ട്? ഇങ്ങനെ കാണുമ്പോൾ അതിൽ കുറേ ഡിസൈൻ ഉണ്ട്, ഭയങ്കര ചെറിയ ഡിസൈനാണ്. നേരിട്ട് കാണാൻ അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 ഗിഫ്റ്റാണെന്ന് നമ്മൾ കൊടുത്തത്, പിന്നെ കേക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ബർത്ത്ഡേ സർപ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗൈസ്. ഇതാണ് ഞാൻ നേരോണം കാണിച്ചു തരാം. ഇത് ഇട്ടാലാണ് ശരിക്കും നേരോണം മനസ്സിലാവുള്ളൂ. ഗൈസ് വാപ്പ ഇടുന്നുണ്ട് കേട്ടോ. ഇട്ട വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. ഗൈസ് വാപ്പ ഇട്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്, സൂപ്പറായിട്ടുണ്ടെന്ന് വാപ്പ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.